ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല മഴയായിരുന്നു രാവിലെ. മഴയിൽ നമ്മുടെ തെച്ചിച്ചെടികളൊക്കെ ഹാപ്പി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അവർക്ക് പിന്നെ വെയിൽ, മഴ ഒന്നൊരു പ്രശ്നമല്ല. ഏത് സമയത്തും അവർ ഹാപ്പിയാണ്. ഇത് തെച്ചിയുടെ വൈറ്റ്, പിങ്ക്, പിന്നെ യെല്ലോ കളറുണ്ട്. അത് ഫ്ലവർ ആയിട്ടില്ല. അഡീനിയം ചെടികൾക്ക് മഴ കൊണ്ടു കഴിഞ്ഞാൽ ഫ്ലവർ തീരെ ലാസ്റ്റ് ചെയ്യൂല. ഇതൊക്കെ നാടൻ വെറൈറ്റീസാണ്. പിന്നെ ഇങ്ങനെ പോന്നിട്ട് നമ്മളെ അഡീനിയങ്ങൾ, ക്രാഫ്റ്റഡ് അഡീനിയങ്ങളൊക്കെയാണ് പിന്നെ ഈ ഇരിക്കുന്നത്. എന്നാലും ഞാൻ വീഡിയോ ഇട്ടിരുന്നല്ലോ. ഈ മഴയിൽ തന്നെയാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത്. ഇത്രയും ചെടികളുള്ളത് കൊണ്ട് തന്നെ മഴയത്തുനിന്ന് മാറ്റിക്കൊണ്ട് നടക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വർഷം, ഈ വർഷക്കാലത്തുള്ള ഫുള്ളും മഴ കൊണ്ടിട്ട് തന്നെയാണ് ഇവർ ഇരുന്നിരുന്നത്. ഇതൊക്കെ പുതിയ അഡീനിയങ്ങളായിരുന്നു. ഇതിന് മഴ പുതിയെന്ന് പറഞ്ഞാൽ പുതിയ വാങ്ങിച്ചത്. അപ്പോൾ ഇവർക്കൊന്നും മഴ വല്ലാതെ ശീലമായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവർ മഴയത്തിരുന്നാൽ ഇവരെ ഇപ്പോഴാണ് ഞാൻ പുറത്തേക്ക് എടുത്തുവെച്ച്, വെയിലൊക്കെ ആയ സമയത്ത് എടുത്തുവെച്ചതായിരുന്നു. അപ്പോൾ ഈ ഒരു 3-4 ദിവസത്തെ മഴ അവർ ഫുള്ള് കൊണ്ടിട്ടുണ്ട്. മാറ്റണോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ. കാരണം ഇവർക്ക് ശീലമായിട്ടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നിങ്ങൾ പുതിയത് വാങ്ങിക്കുന്ന അഡീനിയങ്ങളാണെങ്കിൽ, ഈ ഗ്രാഫ്റ്റഡ് അഡീനിയങ്ങളൊക്കെ പുതിയ നഴ്സറിയിൽ നിന്ന് നേരിട്ട് വാങ്ങിച്ച് കൊടുന്നിട്ട് നേരെ മഴയത്തേക്ക് വെക്കരുത്. ഇവർക്കൊന്ന് ശീലമാവാനുണ്ട്. ഏത് ചെടികളാണെങ്കിലും നമ്മളെ കാലാവസ്ഥയായിട്ടൊന്ന് ഇണങ്ങിച്ചേരാനുണ്ട്. അത് ഇണങ്ങിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. അവർക്ക് അതിനെ അതിജീവിക്കാനുള്ളൊരു കഴിവ് വരും. അത് ഓർക്കിഡാണെങ്കിലും അഡീനിയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. പിന്നെ മഴയത്ത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. വെള്ളം കെട്ടി നിൽക്കണില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ചട്ടിയിൽ വെള്ളം വാർന്നു പോകുന്ന മണ്ണ് ആയാൽ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വെള്ളം കെട്ടി നിന്നാൽ ഇതിൻ്റെ ഈ കോഡക്സിനൊക്കെ അഴുകൽ വരും. ഇതുണ്ടോ, ഇതിനെന്തോ ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ മഴയത്ത് ഇപ്പോൾ അതാ ഈ ഒരു കൂമ്പിൽ ഫ്ലവർ ചീഞ്ഞ് നിന്നതായിരിക്കണം. കൂമ്പിനൊരു ചീച്ചിൽ വന്നിട്ടുണ്ട്. ഇതിവിടെ കട്ട് ചെയ്തിട്ട് അവിടെ സാഫ് തേച്ച് കൊടുത്താൽ മതി. ആ ഒരു തലപ്പ്, അത് ഈ ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞതേ നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഭാഗത്താണ് ചീച്ചിൽ വന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് സേഫായിട്ട് വെക്കാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മഴക്കാലത്ത് മാറ്റി വെക്കണത് തന്നെയാണ്. കുറച്ച് അഡീനിയങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിൽ ധൈര്യമായിട്ട് തന്നെ മാറ്റി വെക്കാമല്ലോ. ഇതിപ്പോൾ ഇത്രയും അഡീനിയത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കണമെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഹാപ്പിയായി. കാരണം ഇത് ഞാൻ യെല്ലോ അഡീനിയത്തിൻ്റെ വിത്ത് മുളപ്പിച്ചെടുത്തൊരു തൈയാണ്. ഇതൊക്കെ അത് തന്നെയാണ്. പക്ഷെ ഇതൊന്നും ഫ്ലവർ ആയിട്ടില്ല. അപ്പോൾ ഇത് ഫ്ലവർ വന്നപ്പോൾ ഒരു വൈറ്റിൽ പിങ്ക് ഷെയ്ഡ് വരുന്നൊരു ഇതാണ്, ഒരു വെറൈറ്റിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇനി ഇവരൊക്കെ ഏത് കളറാണ് വരിക എന്നറിയില്ല. ചിലപ്പോൾ യെല്ലോ വരാം, അല്ലെങ്കിൽ പ്യുവർ വൈറ്റ് വരാം. എന്താണെങ്കിലും സന്തോഷമുണ്ട്. ഇതൊക്കെ ആ തൈകൾ തന്നെയാണ്. പിന്നെ ഇങ്ങനെ വന്നാൽ ഇവിടെ കുറച്ച് മദർ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ അതാ വിത്ത് വരുന്നു. ഇതിന്മേലും വിത്ത് വരുന്നുണ്ട്. ഇതൊക്കെ പിന്നെ വെയിലും മഴയൊക്കെ ശീലമായിട്ട് വളർന്ന ആൾക്കാരാണ്. ഇവർക്കൊന്നും
കൂമ്പിനും ചീച്ചിലും ഒരു പ്രശ്നവുമില്ല. ഈ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള അഡീനിയങ്ങൾക്കാണ് വലിയ പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ വരിക. ഇതൊക്കെ വിത്ത് ഉണ്ട്, അത് അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട്. ഇതിനി മൂത്ത് കഴിയുമ്പോൾ ഉണങ്ങാൻ തുടങ്ങും. ആ ഉണങ്ങുന്ന ടൈമിൽ, ഉണങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഇതിന്മേൽ നൂല് ചുറ്റി കൊടുക്കണം. നൂല് ചുറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ കായ ഉണങ്ങി പൊട്ടി ആകെ പൂപ്പൻ താടി പോലെ പാറിപ്പോയി നമുക്കൊരു വിത്ത് പോലും കിട്ടില്ല. അത്രയ്ക്കേ ഉള്ളൂ. ഇനി വേറൊരു വിശേഷമായിട്ട് വീണ്ടും വരാം. ബൈ.